വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. അയ്യോടാ മമ്മിയോട് പോന്ന പറയണേ അനന്യ മോള്. സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ മോക്ക് പാട്ട് പാടണമെങ്കിൽ നമ്മളെ നിൽക്കാൻ പാടില്ല, അവൾക്ക് തനിയെ പാടണം. പണ്ടൊക്കെ ആണെങ്കിലും മോളുടെ കൈ മൈക്ക് പിടിച്ച് കൊടുക്കണമായിരുന്നു, മൈക്ക് ഡിസിപ്ലിനിലായിരുന്നു, പാടും മാറ്റും മൈക്ക് ഇങ്ങനെ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ അവള് ഏബിളായി, എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്നുള്ള രീതിയിലാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. അപ്പൊ അവൾക്ക് മമ്മി നിൽക്കാൻ പാടില്ല, ആരും നിൽക്കാൻ പാടില്ല അവളുടെ കൂടെ. നമുക്ക് അനന്യയുടെ അമ്മയടുത്ത് ചോദിക്കാം അനന്യയെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ. ഇപ്പൊ നമ്മളിപ്പോ വീഡിയോയിൽ കണ്ടു, ഈ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഒരു ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആണ് അല്ലേ? തീർച്ചയായിട്ടും. ആ ഒരു മൊമെന്റ് ഒന്ന് നമ്മളോട് ഷെയർ ചെയ്യാമോ? അത് ശരിക്കും അവിടെ പോയി നിൽക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. രാഷ്ട്രപതിയുടെ മുന്നിൽ മോൾ അവാർഡ് വാങ്ങിയുന്ന ആ ഒരു നിമിഷം ഞങ്ങൾക്കൊരു വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ് ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത്. രണ്ട് വാക്കുപോലും ഒന്നിച്ചു ചേർത്ത് പറയാൻ കഴിയാത്ത ഒരാള് പാട്ട് പാടുക എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതം തന്നെയാണ് ഞങ്ങൾക്ക്. അവള് സംസാരിക്കില്ല, പക്ഷെ അടിപൊളിയായിട്ട് പാട്ട് പാടും. അതെ, ഓക്കെ. എന്താ പറഞ്ഞ ഉമ്മ തന്നതാ. പാട്ട് കേൾക്കാം നമുക്ക്. അന്ന് അനന്യ മോളുടെ പാട്ട് പാടാൻ റെഡി ആയിട്ട് നിക്കാ. അനന്യ പാട്ട് പഠിക്കുന്ന രീതികള് അതൊക്കെ എങ്ങനെയാ? അവളെങ്ങനെയാ പാട്ട് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നൊക്കെ? എല്ലാം ഇഷ്ടപ്പെട്ട പാട്ടുകൾ എവിടെന്നെങ്കിലും കേട്ട പാട്ടുകളായിരിക്കും. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്തിട്ട് തന്നെ ടൈപ്പ് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് പുള്ളിക്കാരി പഠിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ലിറിക്സിൽ എന്തെങ്കിലും തെറ്റ് വരുവാണെങ്കിൽ ഞാൻ എഴുതി കൊടുക്കും ഇംഗ്ലീഷിൽ. അപ്പൊ അത് വായിച്ചിട്ട് മനസ്സിലാക്കി പഠിക്കും. അടിപൊളി. യെസ്. ഷാനിക്ക, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് എന്ന ഷോയില് അനന്യമോള് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പാടിയ പാട്ടാണ് അയച്ചു കൊടുത്തത്. ഓ ആണോ? അങ്ങനെ ഒരു കണക്ഷൻ കൂടെ. ദേവാങ്കണങ്ങൾ എന്ന് പറഞ്ഞ പാട്ടാണ് ആളന്ന് അവിടെ പാടിയത്. ആ വീഡിയോ ആണ് അയച്ചു കൊടുത്തത്. വെരി നൈസ്.